അപ്പോൾ നമ്മുടെ എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ കീഴിൽ പുതിയൊരു നോട്ടിഫിക്കേഷൻ കൂടി ഇപ്പോൾ റിലീസ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും നോട്ടിഫിക്കേഷൻ എൻഗേജ്മെന്റ് ഓഫ് ഗ്രാജുവേറ്റ് ആൻഡ് ഡിപ്ലോമ അപ്രന്റീസ് ആണ് അണ്ടർ അപ്രന്റീസ്ഷിപ്പ് ആക്ട്. അതായത് അപ്രന്റീസ്ഷിപ്പിലേക്കാണ് പുതിയ നോട്ടിഫിക്കേഷൻ ഇപ്പോൾ വിളിച്ചിട്ടുള്ളത്. അപ്പോൾ ഇത് പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കേണ്ട ന്യൂഡൽഹിയിലേക്ക് 2025-26 വർഷത്തേക്കുള്ള നോട്ടിഫിക്കേഷനാണ്. ന്യൂഡൽഹിയിലേക്കാണ് വിളിച്ചിട്ടുള്ളത്. അപ്പോൾ അപ്രന്റീസ്ഷിപ്പ് ആണെന്ന് ശ്രദ്ധിച്ചിരിക്കുക. ഒരു സ്ഥിര നിയമനം ആയിരിക്കില്ല എന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ അപ്രന്റീസ്ഷിപ്പ് എന്താണെന്ന് നിങ്ങൾക്ക് അറിയാമെന്ന് കരുതുന്നു. ട്രെയിനിങ്ങിന് വേണ്ടി ഡിഗ്രി ഡിപ്ലോമയൊക്കെ കഴിഞ്ഞവർക്ക് ഒരു എക്സ്പീരിയൻസ് ആക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു അവസരമാണത്. അതും നിങ്ങൾക്ക് വലിയ രീതിയിലുള്ള ഒരു ശമ്പളമായിട്ടുണ്ടാവില്ല. നിങ്ങളുടെ ചിലവുകളൊക്കെ നടന്നു പോകാനുള്ള ഒരു എമൗണ്ടും കാര്യങ്ങളൊക്കെ ഇതിൽ നിന്ന് നിങ്ങൾക്ക് ലഭിക്കുന്ന ആ ഒരു രീതിയിലായിരിക്കും ഇത് വർക്ക് ചെയ്യുന്നത്. എന്നാൽ നമുക്ക് വന്നിട്ടുള്ള പോസ്റ്റുകൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കി ഇവിടെ കാണാൻ സാധിക്കും. ഗ്രാജുവേറ്റ് ഇൻ മെക്കാനിക്കൽ അതുപോലെ ഓട്ടോമൊബൈലിൽ 1 ഇയറിലേക്കാണ് കേട്ടോ ട്രെയിനിങ് ഇവിടെ കാണുന്നില്ല. ട്രെയിനിങ് ഡ്യൂറേഷൻ 1 ഇയർ ആണ്. അപ്പോൾ അതുപോലെ തന്നെ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് ഗ്രാജുവേറ്റ് ഇലക്ട്രോണിക്സ് അതുപോലെ തന്നെ കമ്മ്യൂണിക്കേഷൻ, ഇലക്ട്രോണിക് ആൻഡ് ഇൻസ്ട്രുമെൻറ്റേഷൻ ഇതൊക്കെ വന്നത് കാണാൻ സാധിക്കും. അതുപോലെ ഗ്രാജുവേറ്റ് എയറോനോട്ടിക്കൽ വന്നത് കാണാൻ സാധിക്കുന്നതാണ്. എയർക്രാഫ്റ്റ് മെയിൻ്റനൻസ് വന്നിട്ടുണ്ട്. അതുപോലെ ഗ്രാജുവേറ്റ് ഇൻ BCom, BA, BSc, BBA ഒക്കെ ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നതുണ്ട്. അതുപോലെ ഗ്രാജുവേറ്റ് ഇൻ കമ്പ്യൂട്ടർ സയൻസ്, IT, BCA ഒക്കെ ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. ഇതിനൊക്കെ അപേക്ഷിക്കാൻ ഒരു ഡിഗ്രിയാണ് വേണ്ടത്. ഈ പറഞ്ഞ യോഗ്യതയിലുള്ള ഡിഗ്രി വേണം. 1 ഇയറിലേക്കാണ് നിങ്ങൾ പോകുന്നത്. 15,000 രൂപയൊക്കെ ആയിരിക്കും നിങ്ങൾക്ക് ഇതിൻ്റെ സ്റ്റൈപ്പൻ്റ് ആയിട്ട് ശമ്പളം പോലെ ലഭിക്കുന്നത് എന്ന് ശ്രദ്ധിച്ചിരിക്കുക പ്രതിമാസം. അതുപോലെ ഡിപ്ലോമ 1 വർഷത്തേക്കായിരിക്കുമെന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. ഡിപ്ലോമ മെക്കാനിക്കൽ ഓട്ടോമൊബൈലൊക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ പിന്നെ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് കിട്ടും കേട്ടോ. അതിൻ്റെ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ഡിപ്ലോമ മെറ്റീരിയൽ മാനേജ്മെൻറ്റ്, അതുപോലെ ഡിപ്ലോമ ഇൻ ഇലക്ട്രോണിക്, അതുപോലെ കമ്മ്യൂണിക്കേഷൻ, പിന്നെ ഇലക്ട്രോണിക് ആൻഡ് ഇൻസ്ട്രുമെൻറ്റേഷൻ തുടങ്ങിയവയൊക്കെയുള്ള പഠനം കാണാൻ സാധിക്കും. അപ്പോൾ 1 ഇയറിലേക്കായിരിക്കും നിങ്ങൾക്ക് ഇതുണ്ടാകാൻ ശ്രദ്ധിച്ചിരിക്കുക. അപ്പോൾ ടെക്നിക്കൽ ഡിപ്ലോമയാണ് ഇതിന് യോഗ്യതയായിട്ട് ചോദിച്ചിട്ടുള്ളത്. 12,000 നിങ്ങൾക്ക് കാണാൻ സാധിക്കും. സാലറിയും കാര്യങ്ങളൊക്കെ ആയിട്ട് പറയുന്നത് കാണാൻ സാധിക്കുന്നതാണ്. സോ ഇതിനെ അപേക്ഷിക്കാനായിട്ട് ഈ ഒരു നോട്ടിഫിക്കേഷനും പിന്നെ അപേക്ഷിക്കേണ്ട ലിങ്കൊക്കെ ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട്. ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് നിങ്ങൾക്ക് 4 വർഷത്തെ ഡിഗ്രി, അതായത് എഞ്ചിനീയറിംഗ് ഡിഗ്രിയോ അല്ലെങ്കിൽ നിങ്ങൾക്ക് 3 വർഷത്തെ ഡിപ്ലോമയോ ഉണ്ടായിരിക്കണം എന്നുള്ള കാര്യം ഇവിടെ പറയുന്നതായിട്ട് കാണാൻ സാധിക്കുന്നതാണ്. മുകളിൽ പറഞ്ഞ ആ ഒരു ഡിഗ്രി ഡിപ്ലോമയാണ് ആവശ്യമായിട്ടുള്ളത്. അപ്പോൾ ഇത് കഴിഞ്ഞിരിക്കേണ്ടത് ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. കാൻഡിഡേറ്റ് പാസ്റ്റ് ഡിഗ്രി അല്ല ഡിപ്ലോമ ഇൻ 2021 അല്ലെങ്കിൽ 2021 ശേഷമുള്ളവർക്കേ പറ്റത്തുള്ളൂ. 27 വയസ്സ് വരെയുള്ളവർക്ക് അപേക്ഷിക്കാൻ സാധിക്കുമെന്നുള്ളൊരു കാര്യം കൂടി പറയാം. അതുപോലെ തന്നെ പറയാനുള്ള ഒരു കാര്യമാണ് ഇതിൻ്റെ ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത്, അപേക്ഷ സമർപ്പിക്കേണ്ട ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും 24/11/2025 വരെ നിങ്ങൾക്ക് അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ വളരെ പെട്ടെന്ന് അപേക്ഷിക്കേണ്ടതായിട്ടുണ്ട് എന്നും കൂടി ശ്രദ്ധിക്കുക. അപ്പോൾ കൂടുതൽ വിവരങ്ങൾക്കും അപേക്ഷിക്കാനുമായിട്ട് ഈ നോട്ടിഫിക്കേഷനും പിന്നെ ഇവിടെ ഹെൽപ്പ് ലൈൻ നമ്പർ കാര്യങ്ങളൊക്കെ കൊടുത്ത് കാണാൻ സാധിക്കും. പിന്നെ ഈ നോട്ടിഫിക്കേഷനും അതുപോലെ അപ്ലൈ ചെയ്യേണ്ട ലിങ്കും കാര്യങ്ങളൊക്കെ താഴെ ഡിസ്ക്രിപ്ഷനിൽ നിങ്ങൾക്ക് ലഭിക്കും. നിങ്ങളുടെ അറിവിൽ ആർക്കെങ്കിലും ഈ ഒരു ജോലിയിലേക്ക് അല്ലെങ്കിൽ ഈ ഒരു അപ്രന്റീസ്ഷിപ്പ് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ അവരിലേക്കൊന്ന് ഷെയർ ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും മറക്കേണ്ട.